ഗൈസ്, ഇതാണ് ഒളയിപ്പ് കായൽ. ഇങ്ങോട്ട് വന്നെങ്കിൽ എറണാകുളത്തുള്ളവരാണെങ്കിൽ നേരെ പൂച്ചാക്കൽ വന്നാൽ അവിടുന്ന് നേരെ ഓട്ടോ കിട്ടും. അതല്ലെങ്കിൽ കോടനുടുത്ത് വന്നിട്ട് അവിടുന്ന് വള്ളത്തിന് വന്നാൽ മതി. ഞാൻ നേരെ പോകുന്നത് എൻ്റെ അണ്ണൻ്റെ വീട്ടിലേക്കാണ്. അണ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് കാഴ്ചകളുണ്ട്. അത് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാം. ഇതാണ് അണ്ണൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി. ആ കാണുന്നത് നമ്മുടെ സെൽവൻ ചേട്ടൻ്റെ വീടാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണേണ്. അതുകൊണ്ട് ഇവിടെ ആരും താമസിക്കാറൊന്നുമില്ല. ടൂറിസ്റ്റുകൾ വരുമ്പോ അവിടെയൊക്കെ വന്ന് ചുറ്റിപ്പറ്റി പോവാറുണ്ട്. ഇവിടെ അണ്ണന്റെ വീട്ടിലേക്ക് വരുന്ന വഴി കുറെ കല്ലുമ്മക്കയുടെ ഷെല്ലൊക്കെ കിടപ്പുണ്ട്. ഞാൻ അതിലേക്കൊന്നും നോക്കാൻ ഞാൻ നേരെ പോകുന്നത് അണ്ണന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് വേണം എനിക്ക് അവരോടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ. കുറെ നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അണ്ണനൊക്കെ എന്ത് വിചാരിക്കുന്ന അറിയില്ല. എന്നാലും നമുക്കൊരു സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് അണ്ണന്റെ വീട്ടിലേക്ക് വരുന്ന കേറുന്നൊരു വഴി. ഇവിടെ തന്നെ വേറൊരു അപ്പൂപ്പന്റെ വള്ളം കിടപ്പുണ്ട്. അണ്ണന്റെ വീട്ടിലേക്ക് കയറുന്ന വഴിക്കാൻ ഒരു ചെറിയ പലകപ്പാലമുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അണ്ണനെ വിളിച്ചിട്ട് ചോദിക്കാം. ഇവിടെ തന്നെ ഒരു വെള്ളം കെട്ടി നിർത്തിയാക്കാൻ ഇതുണ്ട്. നമുക്ക് അണ്ണനെ പോയി വിളിച്ചോണ്ട് വരാം. എന്നിട്ട് എന്താന്ന് ചോദിക്കാം. അണ്ണനൊക്കെ എവിടെ പോയി? ഇവിടെ ആരും ഇല്ലേ? അണ്ണോ, അണ്ണോയ്, ഇതാണ് പത്തായം. കണ്ടത്തിൽ നിന്ന് വെള്ളം ഇറക്കുന്നതും കയറ്റുന്നതും ഇതിലെ കൂടിയാണ്. ആ കാണുന്ന അണ്ണന്റെ ചാലാണ്. കറിക്ക് ആവശ്യമുള്ളപ്പോ ഇടക്ക് വലയിട്ട് ചെമ്മീനെ പിടിക്കാറുണ്ട്. ഇവിടെ അണ്ണന്റെ ഷെഡാണ്. ഈ ചെമ്മീൻ പിടിക്കാൻ വരുമ്പോ നെറ്റും മോട്ടറൊക്കെ വെക്കണ ഒരു ചെറിയ ഷെഡ്. ഇവിടെ കിടക്കുകയും ചെയ്യാം. അമ്മൂമ്മ വിളിച്ചിട്ട് പറഞ്ഞ് കറിക്ക് ചെമ്മീൻ കിട്ടുമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാനും അണ്ണനും കൂടി ഒന്ന് വീശി നോക്കാന്ന് പറഞ്ഞ് പോണേണ് വലയെടുക്കാൻ. ആദ്യത്തെ വീശില് അധികമൊന്നും കിട്ടിയില്ല. 3 ചെമ്മീനും ഒരു കക്കയും കിട്ടി. നമുക്ക് സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് ഇവിടുന്ന് മാറ്റിയിടാൻ നോക്കണേണ്. ഒരു കക്കയും കിട്ടിയിട്ടുണ്ട്.
തെങ്ങിനെ കുത്തിയിട്ട് രസമില്ല. ഇതിലേ മീനുണ്ട് കേട്ടോ. കരിമീൻ വേണം. എന്നാ വേണം? അണ്ണന്റെ ചായ വീശിയപ്പോഴേക്കും ഒരുവിധം കറിക്കുള്ള ചെമ്മീനും കിട്ടിയിട്ടുണ്ട്, 2 പൂളാനും കിട്ടിയിട്ടുണ്ട്. ചെമ്മീനുണ്ട്. അവിടെ അവിടെ കൊഞ്ചൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കരിമീനായിരിക്കും. പൂളം കടിക്കട്ടെ. അതെങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. വായിൽ കൊണ്ട് കൈ വെക്കാതിരുന്ന പാത്രം കൊണ്ട് അരി വെക്കണം. ഒയ്യോ കവറായില്ല.
2-3 വലയൊക്കെ വീശപ്പോഴേക്കും ഈ വീട്ടിലേക്കുള്ള കുറച്ച് ചെമ്മീനായിട്ടുണ്ട്. ഇപ്പോഴേക്കും ഉച്ചയൂണ് സമയമായി. ഇപ്പൊ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ആന്റിയൊക്കെ വിളിച്ചോണ്ടിരിക്കണാണ്. അപ്പൊ ചൂണ്ടയിടൽ പരിപാടിയൊക്കെ ഉച്ചയൂണാണ്. അപ്പൊ ഗായ്സ്, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.